അനക്കോ ആ അന്നി കാണിച്ചു എല്ലാവർക്കും ചോര തൊള്ളിന്നും ചെറിയെന്നൊക്കെ വരും കേട്ടോ മര്യാദക്ക് വേഗം തിന്നോളികള് ആ സാർ ഓക്കെ നമുക്ക് ശരിയാക്കാം ഓക്കെ നിങ്ങൾ വേഗം തിന്നി ബസ് വരാനായിക്കണ് പറഞ്ഞോ ആ മിൽക്ക് ഷേക്ക് അല്ലേ ജി ഒന്ന് വേഗം കുടിച്ച് ഇബ്രാഹിമേ ജോരൊന്ന് വലിച്ചിടല്ല ടിഷുമ്മ കോഴിമുട്ടയാണുള്ളത് കോഴിമുട്ടൻ്റെ കേസൊക്കെ പാടതാക്കണ് ഇവിടെ വെള്ളം ചെന്തിരിക്കണം കൂടെ വെള്ളം ചൂടാറാൻ വേണ്ടി വെള്ളത്തിൽ വെച്ചത് അവിടെ വെച്ചത് അവളെ കൊണ്ട് കഴിയുന്നത് എന്താണോ അത് ഓള് ചെയ്യുന്നത് വൃത്തികേടില്ലേ ഓള് ഈ പ്രായത്തിൽ ഇത്ര വൃത്തിയായിരുന്നൊക്കെ എൻ്റെ ഇതിക്ക് പ്ലേറ്റ് കാണാൻ നോക്കണത് ഇബ്രാഹിം നീച്ചാ മതി അതിന് മതി ചെയ്യുന്നത് നീച്ചു പോകാനായിട്ട് തിന്നായിട്ടാണ് പറയണത് സ്കൂളിലല്ലേ എന്തിനാണോ ഇറക്കി കായ് അത് നീച്ചാ അത് ഞാൻ കുടിച്ചാണ്ട് നീച്ചാ പാല് മിൽക്ക് ഷേക്ക് മിക്സ് ചെയ്തതാ നട്ട്സ് പൗഡർ എന്നൊരു മിൽക്ക് ഷേക്ക് കൊടുക്കല് കൊടുക്കടാ കുറച്ച് മിൽക്ക് ഷേക്ക് കൊടുക്കാം അതിനിട്ട് ഇറക്കി താഴത്ത് കച്ചേ കുഞ്ഞോളെ അതിനെ ഇറക്കി താഴത്ത് കച്ച അത് കോഴിമുട്ടമ്മലൊക്കെയാണ് നോച്ചണ്ട കേട്ടോ നടത്തിച്ചു വേമാറ്റിക്കോളി എന്താണ് അടങ്ങുന്ന പൊട്ടിക്കും നിങ്ങൾക്കേ ഒരാൾക്ക് ഡോക്ടറെ കാണിക്കണം പറഞ്ഞാൽ അപ്പം അടുത്താൾക്ക് എന്തെങ്കിലുമൊക്കെ അസുഖം നഗല്ലാത്തീനോ അതല്ലേ ഇങ്ങോട്ടൊക്കെ നമുക്ക് നല്ല വേദന ഉണ്ട് സോക്സ് ഇടുമ്പോഴൊക്കെ ഞമ്മക്കാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ രണ്ട് കാലിനൂല ചിലപ്പോ എന്തിൻ്റെ കുറവാക്കാൻ അപ്പൊ അതിന്റെ മരുന്ന് കുടിച്ചാൽ ശരിയാകും അല്ലാതെ അതിനോ മറ്റീനോ കണ്ട കുട്ടികളല്ലേ അനുവിനൊക്കെ അനുവൊക്കെ മരുന്ന് കുടിച്ചിക്കണേ കാൽസ്യത്തിന്റെ മരുന്ന് അനുവിനുണ്ടേനും കരുതിങ്ങാണ്ടോ എങ്ങട്ടാണ് വേഗം വേഗം കടക്കാണ് ടീ ഷാപ്പുവാ എന്ത് കുത്തിയോ ഇത് കസാല വലിച്ചേക്കൂലേ ബായ് മാറുന്ന മാർക്കവിടുന്ന് മാറുന്ന
വലിയ പൂത്തായില്ലേ കൊണ്ടുവാ ബെൽറ്റ് കൊണ്ടുവാ ഇത് പോയി കണ്ട് ഷൂ ഇട്ട അന്റെ ഷൂ ഇട്ട സോക്സ് അവിടെ വെച്ചിട്ട് അന്റെ ഷൂ ഇട്ട സോക്സ് അവിടെ വെച്ചിട്ടേ ഷൂ ഇട്ടുട്ടോ അതോടെന്നാ ഹോസ്പിറ്റലിലേക്കോ കൊണ്ടുപോകണം എൻ്റെ കുട്ടീനെ കൊണ്ടുപോകുമല്ലേ വേദന ഉണ്ടോ കുട്ടിക്ക് നീച്ചക്ക് കൊണ്ടുപോകണ്ട കേട്ടോ സങ്കടപ്പെടണ്ട കേട്ടോ കുഞ്ചിയാണോ കുട്ടി കുട്ടിയാണ് ആരോ ബർത്ത്ഡേ മാർച്ച് 28 എത്രാം ദിവസമുണ്ട് അതിനൊക്കെ ഞാൻ എത്രാം ദിവസം അങ്ങനെ ഗായ്സ് എൻ്റെ കുട്ടികൾ ഇതാ സ്കൂളിലേക്ക് പോവുകയാണ്. വേദിയിൽ ആദം ഇബ്രാഹിം, ഒരു ഭാഗത്ത് അബ്രഹാം ഖുറേഷി. ഇനി അടുത്ത കൊല്ലം 3 ആളെ പറഞ്ഞേക്കണല്ലോ അല്ലേ? ഷാപ്പത്തിന് ടീച്ചർ ബേബി ഒന്ന് ഡോവും ചെയ്യൂ ഇല്ലേ ടീച്ചർ ബേബി എന്താകണ് 4 മാസം കഴിഞ്ഞാ ചൂടാണ്ട് അയിലാറോളം എന്താകണ് ഒന്നുകൂടി ആവൂലേ പിത്തന കൂടുന്നു ഒന്നുകൂടി ടീച്ചർ ബേബി പിത്തന കൂടുന്നാണോ? നമ്മളെ വീടിന്റെ അവിടെ കുഞ്ഞു കുഞ്ഞു കില്ലാളുണ്ട് കണ്ടിട്ട് എത്ര പോകില്ലാണ് ആകെ ഞാൻ വളർത്തണോ പിന്നെ അയറ്റോളെ തൊടരുതേ അയറ്റോളെ തൊട്ട അവിടല്ല ഞങ്ങള് എന്താ പുറത്തേക്കൊക്കെ പോകും എന്നൊക്കെ ഞാൻ കൊണ്ടുവന്നിടുന്നത് അത് ഞാൻ അതിനോട് കളിക്കാൻ കിളിനെ കൊണ്ട് ചന്തിക്കാൻ കൊത്തിച്ചു കേട്ടോ. ചത്ത കിളിനെ കൊണ്ട് ചന്തി കൊത്തിച്ചു ഞാൻ. കിളിക്ക് ചത്ത കൊത്തല്ലേ ചന്തി നമ്മൾ ഇനി പ്രാർത്ഥന ഇല്ലല്ലോ കിളിയുടെ ചന്തിക്ക് പിടിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഗിറവേ ചാടിച്ചോ? ജിറാബ് ഇനി സ്കൂൾക്ക് പോകുകയോ ഓനക്ക് വായിച്ചാനൊക്കെ കഴിയൂലേ? എന്ത് 1 2 3 എല്ലി കൊടുത്താ 1 2 3 4 5 6 7 8 9 10 11 എവിടുന്നത് പഠിച്ചേ? ഒരു സാറ്റൽച്ചും പോലെ ഉണ്ടേ. മലയാളത്തിൽ 1 2 കറക്റ്റ് ആവൂല. മലയാളത്തിൽ എനിക്ക് 1 2 ഒക്കെ ഇംഗ്ലീഷ് പറഞ്ഞോ? 1 2 3 4 13 14 15 16 16 17 18 അപ്പൊ 17 ഉണ്ട്. 18 19 നമ്മള് സഭയിൽ കൂടാൻ വേണ്ടിട്ട് കൊറേ കാട്ടിക്കൂട്ടുണ്ട് കേട്ടോ. നമ്മളൊക്കെ അതിന് വലിയർത്താനം പറയുന്ന ആൾക്കാരാണ്. ഓള് നല്ല രാത്രി ഉണ്ടല്ലോ, ഓളെ നിർത്താല് ഓൾക്ക് ഇഷ്ടമല്ല കളിപ്പാട്ട പിടിച്ചു. ഇനി 1 2 3 4 5 6 7 8 9 10 10 വരെ അറിയുള്ളൂ, 11 അറിയില്ല. ഗുഡ് ബോയ്. ബസ് ഇടാനായില്ലേ? എടി ടീച്ചർ ഒരു ബസ് പോയാ ആ ബസ് പോണതാണ് നിങ്ങൾ അടയാളല്ലേ? അപ്പൊ അതാണ് അടയാളം. ബസ്സിന്റെ ഒച്ചയൊക്കെ ഉണ്ട് കേട്ടോ.
അസ്സലാമലൈക്കും. ഇപ്പൊ അവിടെ മൂന്നത്തി പോകണല്ലോ. ഹായ് കുഞ്ഞോക്ക് സമാധാനായി. കുട്ടികളെ സ്കൂളിലേക്കാണ് പറഞ്ഞാല് പിന്നെ റാഹത്ത. ആ രാവിലത്തെ വണ്ടിപ്പാച്ചിലിന് ഒതുക്കാൻ കിട്ടൂല്ലേ? എന്തിനാ ഇവളല്ലേ ഓളൊട്ടണ് ഓളിപ്പോ അവിടെ ഓലോണ്ട് ഇറങ്ങി കണ്ടപ്പോണ്ട് ഇവിടെ ഞാന് പറഞ്ഞല്ലേ ചീച്ചിൽ ചീച്ചിൽ ബസ് എപ്പോഴും അതുവരെ വന്നിട്ടില്ലല്ലോ. ഒരാടെ വരുന്നുണ്ട്. ബസ് വരുന്നോ ഇബ്രാഹിമിൻ ബസ് വരുന്നോ. ജിബ്രാൻ കുട്ടിയുടെയും അബ്രുക്കുട്ടിന്റെയും ബസ് വരുന്നു. പോയിക്കോളൂ. ടിഷുമ്മ കയറി നോക്കാണ്. സ്റ്റെപ്പ് കയറി നോക്കാണ്. ഈസിയായിട്ട് കയറിയല്ലോ. ഇങ്ങോട്ട് പോരുവാണെങ്കിൽ ഞങ്ങളിപ്പോ വാതിലടക്കും. ഞങ്ങളിപ്പോ ഒരു വാതിലടക്കാം. ഞങ്ങൾ ഗ്യാപ്പ് ഇട്ട് നമുക്ക് വാതിലടക്കും. കാര്യമൊന്നുമില്ല. അങ്ങനത്തെ താട്ടി ഇറങ്ങി. അതെ ജിബ്രാനൊക്കെ ഈ പ്രായത്തിൽ ഇത് നടത്താം. അങ്ങനെ ഗായ്സ് അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോകണ ടിഷ ബേബി കരച്ചിലാവുന്ന. അതൊന്ന് നേരത്തെ നീച്ചില്ലേ ഉറക്കം. ഇന്ന് കണ്ട ഇന്ന ചീച്ചിൽ തന്നെ കഴിക്കാറ്. അല്ലെങ്കിൽ അതിനെ ഉറക്കിയിട്ട് നീപ്പിച്ചണം. അടിച്ചിട്ടൊന്നുമില്ല, ചീത്ത അറിഞ്ഞിട്ടുള്ളൂ. ഓള് വെറുതെ ചീച്ചിലായപ്പോ ഞാനേ മുണ്ടലിയായിരുന്നു. അതിന് പിന്നീന്ന് വിളിച്ചോളൂ. ഇത് വെറുതെ വെച്ചിട്ടാണതേ. അപ്പൊ ഗൈസ് അപ്പൊ ഞങ്ങൾ ചായ കുടിക്കാൻ പോകണം. അപ്പൊ ഇന്ന് ദോശയാണ് അല്ലേ? അതെന്തൊരു ദോശയുണ്ട്? സാധാ ദോശയും ചട്ടിനിയും പിന്നെ കോഴിമുട്ടയാണ് ഇപ്പം ഇന്നുള്ളത്. അപ്പം ഇനി ഞങ്ങളിത് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ടാൽ മതി അല്ലേ? വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ദോശയും ചട്ടിനിയും വേണമെങ്കിൽ. അപ്പൊ ഇത് കഴിക്കട്ടെ ഗൈസ്. അങ്ങനെ ഗായ്സ് മീൻ വന്നിട്ടുണ്ട് കേട്ടോ ഗായ്സ്. എവിടെയാണ് എന്തള്ളേ? എന്താ എൽക്കമല മീനാടാ എൻ്റെ അടുത്തുള്ളത്? കേട്ടാ ഇത് ഉണക്കലല്ലേ? ഇന്ന് ഈ ഒരു മീൻ കൊണ്ടുവന്ന് നോക്കാണ് തളേ. ഇത് മനസ്സിന് ഇത് മത്തി കുഞ്ഞ മത്തിയ. എന്താ വില? ഇതെന്താ നല്ല മീൻ കൊണ്ടുവരാത്ത അതെ? അങ്ങനല്ല ചീഞ്ഞത് അങ്ങനെയല്ല. ചെറിയ മീനല്ല, വലിയ മീനൊന്നും ഇല്ലാത്ത എന്താ ഇക്കോറുന്നു. പിന്നെ കുടുംബക്കാരനാട്ട് ഗൈസ്. പക്ഷെ നായിയാണോ ഒരു മീൻ കൊണ്ടുവന്ന് നോക്കാണ്. മത്തി വാങ്ങണോ? വേണ്ട, നന്നാക്കാൻ വേണ്ടിയാ. ഇതിപ്പോ അതുവരെ വെറുതെ വണ്ടി ഓട്ടി വന്നില്ല. ഇപ്പൊ പക്ഷെ തളയില്ലാതെ വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങാനല്ലേ? എന്ത് എടാ എന്നെ പോലീസുകാരുണ്ട്, ഞങ്ങൾ പിടിച്ചു കൊണ്ടുവരില്ലടാ. ലൈസൻസ് ഉണ്ട് കേട്ടോ ഗൈസ്.
ഗൈസ് വെറുതെ മീൻകാരനെ വിളിച്ചെടുത്തില്ലേ? തളല്ലേ ഗൈസ്. അപ്പം മീൻ വാങ്ങല് മൂഞ്ചിരിക്കുകയാണ്. മത്തിയുള്ളൂ, അത് കുഞ്ഞൊക്കെ നന്നാക്കാൻ വയ്യ. ഇവിടെ വെച്ച് ഒന്ന് നന്നാക്കും, പിന്നോടെ എടുക്കേണ്ടി വരും. അവിടെ ഉണ്ട് കുറച്ച് മത്തി ഉണ്ട്. ഉച്ചക്കൊക്കെ നമുക്ക് അതാണ്ട് പറ്റിച്ച വൈകുന്നേരത്തിനുള്ള പിന്നെ വേണ്ടി അല്ലേ? ചിക്കൻ കൊണ്ട് കുഞ്ഞിക്കുട്ടിയാണിതേ. കുഞ്ഞിക്കുട്ടിക്ക് കുറെ ചീത്തിട്ടിരിക്കണിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളോട് ചിരിച്ചണില്ലല്ലോ. അല്ലെങ്കിലേ ഒക്കെ നിങ്ങളെ പറ്റൂല വല്ലാതെ. വാപ്പ പെൺകുട്ടി എന്നല്ല, പൊതുവെ പെൺകുട്ടിയാൾക്ക് വാപ്പാനെ ഇഷ്ടം. ഇവിടെ എല്ലാം നല്ല കുത്തന്നെയാണ്. ഇവിടെ ആൺകുട്ടിയാക്കും പെൺകുട്ടിയാക്കും ഒക്കെ അമ്മച്ചിനെ ഇഷ്ടം. അമ്മച്ചായാ മതി അല്ലേ? അങ്ങനെ ഞങ്ങളാക്കി തീർത്ത് അഞ്ഞെട്ടി. ഞാൻ ഫസ്റ്റ് നേരത്തെ ഫാസ്റ്റ് കൊടുത്ത് ഞാൻ അങ്ങോട്ട് നിലത്ത് ഓളം മേത്തക്കണ്ട് ചാടണതിൽ കാട്ടി. ഇപ്പൊ കുട്ടി ഉറങ്ങി ജയിച്ചിക്കണേ. ഞാൻ കുട്ടീനെ നോക്കിക്കോ കേട്ടോ. ഞാൻ പറയണ ഉറങ്ങുമ്പോ എന്റെ പണി മൊത്തം തീർക്കാം. അപ്പൊ ഞാൻ എന്റെ പെരക്കാർക്ക് വിളിച്ചാൽ ഞാൻ റോബോട്ടല്ലേ. ഒരാകെ അരമണിക്കൂറാവോളം ഉറങ്ങുക. എന്തൊക്കെ ചെയ്യണം? അപ്പൊ ഞാൻ ആകെ അടിച്ചോരി, മുറ്റടിച്ചോരി, ബാത്റൂം കഴുകി, പാത്രം മൂറി, അപ്പൊ ഇതിനോട് നീച്ചു. എനിക്ക് പറ്റൂലേ പറയാ. ഞാൻ അതൊക്കെ ഈസി ആയിട്ട് ചെയ്യുന്ന പെൺകുട്ടികളുണ്ട്. ആയിക്കോട്ടെ, കൊണ്ടുവരുന്ന വേഗം. എനിക്ക് പറ്റൂല. കൊണ്ടുവരുന്നതല്ലേ? അല്ല, പണിയെടുക്കാനും കുട്ടികളെ വെക്കാനും വെച്ച് കജൂല. ഉറപ്പാണോ? നിങ്ങളിങ്ങനെ ഓരോ ഇതിനിങ്ങനെ ഉറപ്പാണോ? ആലോചിച്ചിട്ടാണോ പറയണേ? ഞാൻ കൊണ്ടുവരും. ഇന്ന് 4-ന്റെ ഉള്ളിൽ കൊണ്ടുവരും. ആയിക്കോട്ടെ, സമാധാനം. ഇങ്ങനെ ആട്ടിയാ വരുന്ന കുട്ടികളുടെ ആയിക്കോട്ടെ, നിങ്ങളെ കുട്ടികൾ വരും. നിങ്ങളെ കുട്ടികളും വരൂല്ലേ നിങ്ങൾ ഇങ്ങനെ ആട്ടിയല്ലേ? സ്വഭാവം നന്നാകണേ. കാണിച്ചു തരാട്ടോ. ടിഷുമ അന്റെ മാതിരി മൊഞ്ചുള്ള പെൺകുട്ടികളെ ഇപ്പച്ചിനെ പോലുള്ള മൊഞ്ചന്മാര് വിളിച്ചാൽ വരൂലേ? വിളിച്ചത് അതിൽ ചോദിച്ചപ്പോൾ തന്നെ കുട്ടി വിളിച്ചത്. പറയല്ല തന്തേന്ന്. ഒന്നും കാണിച്ചൊരു സമാധാനം. മാജിക്ക് 3 മണി വരെയുള്ള എനിക്ക് സമയമാവും. 3:50 വരെ. മറ്റിറ്റങ്ങൾ ഇറങ്ങിയ എനിക്ക് അറിയില്ലേ? അപ്പൊ അടുത്തത് തുടങ്ങും. എന്തായാലും ഉണ്ട്. നേരം വെളുത്ത അന്ത്യാഗോളുണ്ടാവും. എന്ത് ഇവലൊക്കെ ഒന്ന് ഉറങ്ങിയാലാണ് എനിക്കൊരു സമാധാനം. ഒക്കെ ഒന്ന് വൃത്തിയാക്കാനായിക്കണ പേരെ. ഈ കമ്പ്യൂട്ടറൊക്കെ ഒന്ന് മേലക്ക് കൊണ്ടുപോയി വെച്ച് ഇത് മേലക്കണ് മാറ്റാം അല്ലേ? അവിടെ ഏതായാലും ആ ടേബിൾ ഉണ്ട്. അന്ന് നിന്റെ ടേബിൾ അവിടെ കൊണ്ടുപോയി വെച്ചേക്കണ്. ഈ ടേബിളും അവിടെ കൊണ്ടുപോയി വെച്ചു. ഈ ഭാഗം ഫ്രീ ആക്കി വിടാം. ഞാൻ തന്നെ ഒരു വിസ്തീർണം ഉണ്ടാവും ഇവിടെ. ലൈറ്റ് മാത്രം മതിയുള്ളൂ അല്ലേ? അതിനെ നോമ്പണി എടുക്കാനായിക്കണേ. എന്താ എടുക്കാത്ത റാഷിദ? കുഴപ്പമില്ല. ആലോചിച്ചുമ്പോ തല എന്നടി ചിക്കൻ കുടിച്ചൂടെ എന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ കുത്തിറക്ക. ഞാൻ വെക്കുമ്പോ ഓളടുത്ത് ഇങ്ങനെ കുത്തിറക്ക. എന്നിട്ട് ഇങ്ങനെ വെറുപ്പിച്ച മാന്തിട്ട് നുള്ളിട്ടല്ലേ? അതെ, നിങ്ങട്ട് നോലോളിച്ചിട്ടറിയാം. അത്രങ്ങാനും നേരെ അവള് നോലോളിച്ചെന്ന്. എന്തിന് വെറുതെ ഞാൻ അടുക്കായിട്ട് ഞാൻ ഉപ്പേരി വെക്കുക, കളക. വീണിട്ടൊന്നുമില്ല. ഇഞ്ച് മാക്സിമം പിടിച്ചു. ഞാൻ അങ്ങോട്ട് പോകും. അപ്പൊ അവിടെ നിലത്ത് കുത്തിറന്ന് കിടക്കുകയാണേ. അതാണോ പറയുന്നത്? നിങ്ങൾ വന്നപ്പോ കിടക്കേനിയോള് നിലത്ത് കടന്നൊക്കെ അല്ലേ ഇനിയോ? പഴം വെച്ചിക്കണോ? എന്താ സ്പെഷ്യല്? ഞങ്ങൾ നിങ്ങളോട് നാളെ കസ്റ്റാർഡ് പൗഡർ കൊണ്ടുവരാൻ പറഞ്ഞില്ലായിരുന്നു. നിങ്ങൾ കൊണ്ടുവന്നില്ല. ഇരുമ്പിന്റെ സ്പൂണായപ്പോൾ തട്ടുമ്പോൾ ശ്രദ്ധിച്ചട്ടോ. കൂർപ്പുള്ള സാധനം വേറെ കൊണ്ടുക്കണുണ്ടോ ചൂടൊക്കെ. അതിൻ്റെ പാനൽ ഇങ്ങനെ നഷ്ടപ്പെട്ട പിന്നെ ഒന്നിനും പറ്റൂല. പിന്നെ ഉപയോഗിക്കാൻ കൂടി പാടില്ല. അപ്പം അത് കുത്തിയെടുത്ത് ഒക്കെ ഞാൻ പറഞ്ഞാൽ ഞാൻ പഴയ ഷെഫാ. ഞാൻ പഴയ ചെറ്റേ. അത് കറക്റ്റില്ലേ? പുതിയൊന്നും മാറ്റൊന്നുമില്ല. അപ്പൊ കഴിച്ച് ഇനി വന്ന് വൈകുന്നേരം ഇപ്പം വരും. തീർപ്പൂസം ഇപ്പം തുടങ്ങും. എന്തേ
ഇപ്പൊ വരാണ്ട് 3:50 വരിക. സമയം 3 മണി. പൂരപ്പറമ്പാകാനുള്ള പരിപാടിയിലാണ്. ഇതൊക്കെ ചുട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഇതെന്താ? അതൊരു സാധനം. ഇതെന്താ സാധനം? ഇത് ഒരു മധുരം മധുരം നാമച്ചാണല്ലേ പരിപാടിയാണ്. ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ച എന്നിട്ട് ഇതും കൂട്ടിയെടുത്ത് തിന്നാം. കസ്റ്റാർഡ് പൗഡറിന് വരെ ഉണ്ടാക്കിയത് എന്താണ് സാധനം? അത് പാലില് കോൺഫ്ലവർ കുറുക്കിയെടുത്ത് മധുരട്ട് കണ്ട്. കോൺഫ്ലവർ പറയണത് നമ്മൾ മറ്റേതോ കോൺഫ്ലവറിന്റെ പൊടി, കമ്പത്തിന്റെ പൊടിയോ? അപ്പൊ നല്ലതാണല്ലോ അല്ലേ? ഈ കോൺഫ്ലവർ ചിക്കൻക്കൊക്കെ കലക്കി ഒഴിച്ചു. ചിക്കൻ കറിക്കൊക്കെ ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിട്ട്. അടങ്ങിട്ടാ. അങ്ങനെ ഞങ്ങളിതാ അവതരിപ്പിക്കാൻ പോകുന്ന പുതിയ നാടകത്തിന്റെ പേര് ടിഷുമ പൊള്ളിച്ചത് അല്ലേ? ആ ടിഷുമ ഉണ്ടാക്കിയ പൊള്ളിച്ചതാണ്. കരിച്ചു ഞാൻ പറയാതെ കുത്തിയാൽ ചെറുക്ക് കുത്തുന്നതാണ്. ഇതുകൊണ്ട് റെഡി 1 2 3 സ്റ്റാർട്ട്. കഴിച്ചോളി. അങ്ങനെയല്ലേ ബ്രൈമ, ഇതിന്റെ അടിയിൽ വേറൊരു സാധനം ഉണ്ട്. അതും ഇതും കൂടി മിക്സ് ചെയ്തിങ്ങാണ്ട് കുത്തിയെടുക്കാം. ഞാൻ മനസ്സിലാക്കാം. ഇതൊക്കെ അമ്മച്ചിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഇതിങ്ങനെ ഇതെടുക്ക. ഈ സ്പൂൺ എന്നിട്ട് ഇതിങ്ങനെ എടുക്കുക. ഇങ്ങനെ എടുത്തിട്ട് അവൻ്റെ മോളാ എങ്ങനെ എനിക്ക് ഇങ്ങനെ സാധനങ്ങൾ ഉണ്ടാക്കാൻ നശിപ്പിക്കാൻ കഴിയുന്നത്? സൂപ്പറാ. പഴം പള്ളി കഴിക്കോളൂ. അപ്പൊ ഇത് കഴിക്കട്ടെ ഗായ്സ്. ഗായ്സ് വേദിയിൽ അടുത്തതായി 15 സെക്കൻഡ് വെയിറ്റ് ചെയ്യാൻ, റെസ്റ്റ് ചെയ്യാൻ. 12 സെക്കൻഡ്. In 5, 4, 3, 2, 1, go. 1, 2, 3, 4, 5. ഈ നമുക്ക് കണ്ടോ ജിബ്രാനെ ബാക്കിലൊക്കെ. 10, 1, 2, 3. Jumping jacks. In 5, 4, 3, 2, 1, go. 1, 2, 3, 4, 5. ഞാൻ അടിച്ചുവിടും കേട്ടോ. അടിച്ചുവിടാൻ നിൽക്കണ്ട കേട്ടോ. അടിച്ചുവിടൂല. അത് കഴിഞ്ഞിട്ട് വേറെ വരും. അപ്പം വലത്തിക്കൊണ്ട് എനിക്ക് ഞാൻ എനിക്കൊന്ന് പേക്കുമ്പോഴത്തേന് ഞാൻ അടിച്ചു വിടുക. അത് ഒന്ന് നേരം ചെയ്താൽ മതി. ആ വെയിറ്റിംഗ് നിൽക്കുമ്പോളേ പെരീത്ത അവസ്ഥയാണ് ഇപ്പൊ ഗൈസ്. ഒരു പെണ്ണ് ഷെഡിട്ട് കണ്ട് ഇവിടെ എക്സസൈസ് ചെയ്യാം. പക്ഷെ ആ പെണ്ണ് ഷെഡിട്ട് കണ്ടല്ലേ അവിടുന്ന് ഉസുറുമ്പൊളിയില്ലേ എനിക്ക് കണ്ണ് കണ്ട പെണ്ണുങ്ങൾ. അങ്ങനെ ഗൈസ് വേദിയിൽ ആയുഷ്യം എത്തിയിട്ടുണ്ട്. എന്താണ് സ്പെഷ്യല്? തറവാട്ടിന്ന് അപ്പൊ തറവാട്ടിൽ അങ്ങോട്ട് തന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു അൻസിബിന് കൊടുത്തിട്ടില്ല, പുളിങ്ങ കൊണ്ടേ കൊടുത്താണ്. എത്രാമത്താണ്? നാച്ചുറലല്ലേ, കേടില്ലല്ലേ? കേടൊന്നും ഉണ്ടാവില്ല. പക്ഷെ വേറെ നമുക്ക് നല്ല എന്തെങ്കിലും തിന്നോളൂ. ഇങ്ങനത്തൊക്കെ അബ്രുവാണ് ജിബ്രാനല്ല.
പൊതുവെ ഇബ്രാനാണ് തിന്നല്ലേ. അല്ല അങ്ങനത്തെ പുളിയൊക്കെ അവതനാണ് ഇഷ്ടം കൂടുതൽ. ഗൈസ് നാടൻ പുളിയാട്ടോ, നമ്മളെ തറവാട്ടിൽ ഉണ്ടായതാണ്. തറവാട്ടുകാരെ പുളിയാണ്. ഇനായപ്പോഴെന്നേ ഇനായിരം വരുമോ? ഹായ് ഇങ്ങോട്ട് കണ്ടെങ്കിലേ ഇത് കണ്ടോ കുഞ്ഞാളെ, ഇതെന്തായാലും കാട്ടണൊക്കെ. ആ അയച്ചേന്ന് അടിക്ക. ആ അവിടെ നിൽക്കിച്ച നിന്നെടുത്താ ഓളെന്താ കാട്ടണ കേട്ടോ. ആ ഇനായ കാട്ടിക്ക. അതോളില്ലല്ലോ എന്നിട്ട് ഓള് പറയണേ ഓളില്ലാതെ കാണാൻ പറ്റണേ. ഏതെന്നോ പിന്നെ ഓണപ്പരിപാടിയില്ലേ, ഇവിടെ ഓണപ്പരിപാടി ഉണ്ടാക്കില്ല, അതിൽ ഓളുണ്ടല്ലോ, അതിൽ ഞാനുണ്ട്. അത് കണ്ടാൽ മതി, ഓളില്ലാത്ത കാണണ്ടാണ്. ഈ വീഡിയോയിൽ ഇനായ ഉണ്ടാവും കേട്ടോ. എവിടുന്ന്? നാളെ പോകാൻ നിങ്ങൾ പിടിച്ചാ മതി. മാമാനെ വിടണ്ട. ഞാൻ വീഡിയോ ഓഫ് ആക്കിയാൽ ആട്ടി വിടും. അപ്പോൾ നിങ്ങൾ അഗ്രൂടെ എഴുതിട്ടോ. ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞ് അതിൽ കുറ്റിയിടാണേ പോകാതിരിക്കാൻ. കൈ കൊടുക്കണ ആയിക്കോട്ടെ. മാറിക്ക് ഓതാക്കൂല ഇബ്രാഹിം അബ്രു മാറുന്ന ഇനായ തുറന്ന മാറുന്നെടുത്താ അമ്മ പോയിക്കോട്ടെ. മമ്മ നാളെ വന്നോളൂ. എന്ന് വൈകുന്നേരം വരലില്ല. പൊളിയലേ കാലം തൊലി നന്നായിട്ട് പറഞ്ഞാൽ പോയി. എഴുതാല്ലോ ഇന്നൊന്നും എഴുതാൻ തന്നിട്ടില്ല. സ്കൂളിൽ നിന്നൊന്നും എഴുതാൻ തന്നിട്ടില്ല. എന്താണ് എൻ്റെ കയ്യിലാക്കണം? ഒന്നാക്കണേ. അത് മതിട്ടോ, ഒന്ന് മതിട്ടോ. ഒരാളത് ഒന്ന്. ഓക്കെ രണ്ടും എടുത്താൽ മതി. കേടരൂലല്ലോ. തൃശ്ശൂരാ? തൃശ്ശൂരിന്റെ പള്ള ഫുള്ളാണ് നോക്കിക്കൊണ്ടിരിക്കുക. എന്താ പൈച്ചിട്ടല്ല, എല്ലാരും പറയും കുട്ടീനോ ചോദിക്കുമ്പോ പൈച്ചിട്ടാണ്. തൃശ്ശൂർ പൂരം ഇത് കുറച്ചുകൂടെ തോന്നണ്ട. അടുത്ത ചാഞ്ച് ചോദിച്ചിട്ടേ ഇതിങ്ങനെ നിക്കണ്ടേ. തരൂല എന്നോട് ചോദിച്ചാൽ എടുത്തിയോ? എടുത്താണ് ആദ്യം. ഞാൻ കൊടുത്തിക്കണേ. സ്പോട്ടിൽ കൊടുക്കണ്ടല്ലേ? ആ കിട്ടിക്കോളും. കുറച്ച് ഞാൻ കിട്ടും. ബുക്ക് എടുത്ത് വായിച്ചാണ്. പരീക്ഷയാണ്